ഒരു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഫ്രോക്കാണ് നമ്മൾ തയ്ക്കുന്നത്. അതിന് വേണ്ടി ലൈനിങ്ങാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. ലൈനിങ് തുണിയെടുത്ത് 4ആയി മടക്കിയിട്ട് 4 ഇഞ്ച് ഷോൾഡറും 4 ഇഞ്ച് കൈക്കുഴിയും മാർക്ക് ചെയ്യാം. ഒരു 7 ഇഞ്ച് വണ്ണവും 7 ഇഞ്ച് ലെങ്തും കൈക്കുഴി 1 ഇഞ്ച് കൈക്കുഴി കുഴിച്ചു കഴിക്കും. അത് സ്ട്രെയിറ്റായിട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കുക. ആ ഭാഗം കട്ട് ചെയ്യാനുള്ളത്. പിന്നെ കഴുത്ത് മാർക്ക് ചെയ്യുക. അതായത് നെക്ക് വരയ്ക്കാൻ വേണ്ടി ഒരു 3 ഇഞ്ച് ഷോൾഡറിന് താഴെ 3 ഇഞ്ച് വരച്ച് അത് സ്ട്രെയിറ്റായിട്ട് കൈക്കുഴിയിലോട്ട് സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുക. അവിടെ നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇത് താഴ്വശം ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇത് ഷോൾഡർ പൂർണ്ണമായും കിട്ടണ്ട. അവിടുന്ന് സ്ട്രെയിറ്റായിട്ട് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് വരയ്ക്കുക. ആ ലൈനിങ് പീസ് എടുത്ത് നല്ല നീളം വെച്ച് അതേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ ഫ്രോക്കിന് താഴ്വശത്തിന് വേണ്ടി തുണി അതെടുത്ത് 4ആയിട്ട് മടക്കിയിട്ട് 8 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുക, ലെങ്ത് മാർക്ക് ചെയ്യുക. ബാക്കി 1/2 മീറ്റർ തുണിയാണിത്. 1/2 മീറ്റർ തുണി ആയതുകൊണ്ട് ബാക്കിയുള്ള തുണി നല്ല പ്ലീറ്റ് കിട്ടാൻ വേണ്ടി അതിനെ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്യുക. ഇതിന് നമ്മുടെ ഷോൾഡറിന് ഒരു ഷോൾഡറിന് വേണ്ടി നമ്മളൊരു 2 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച് ലെങ്തുമുള്ള ഒരു കട്ട് ചെയ്തെടുക്കുക. അതിനെ ഒരു സൈഡിൽ കൂടെ അടിച്ച് മറിച്ചിടുക. മറിച്ചിട്ട് അത് നമ്മുടെ ഷോൾഡറിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. ആ ഭാഗത്ത് ഇങ്ങനെ ലെങ്ത് ഒരു 5 ഇഞ്ച് ഉള്ള സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് പീസ് എടുക്കുക. ഇതാണ് നമുക്ക് സ്ലീവിനായിട്ട് കൊടുക്കുന്നത്, അതായത് ഷോൾഡറിനായിട്ട് കൊടുക്കുന്നത്. ഇതിന് ഒരു 2 ഭാഗത്തും കൊടുക്കും. അതിന് ലൈനിങ് നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് അതിൻ്റെ 2 സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡറിന് വേണ്ടി വെട്ടിയ ആ പീസ് വെച്ച് ഇങ്ങനെ തയ്ച്ചെടുക്കും. ആ കൈക്കുഴി കൂടെ തയ്ച്ച് മറ്റേ ഭാഗത്തും അതുപോലെ മറ്റേ നമ്മൾ കട്ട് ചെയ്ത പീസ് വെച്ച് കൊടുത്ത് അതുവഴി ഷേപ്പ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറ്റേ അടുത്ത തുണിയും ഇതേ കണക്ക് ഇതേപോലെ നമ്മൾ തിരിച്ചിട്ട് ഈ ജോയിൻ ചെയ്ത് ഷോൾഡറിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെച്ച് വീണ്ടും അതിനെ തയ്ച്ചെടുക്കുക. ഇങ്ങനെ മറിച്ചിടുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ അടിവശത്തും താഴ്വശവും അടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ഫ്രോക്കിൻ്റെ താഴ്വശത്തിന് വേണ്ടി എടുത്ത് അതിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അത് അവരുടെ ആവശ്യാനുസരണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാം.
പ്ലേറ്റിൻ്റെ വീതി കുറച്ചും കൂട്ടിയും അവരവരിഷ്ടം. അതുപോലെ പ്ലേറ്റ് ഇട്ടെടുത്ത് ഇതിൻ്റെ ബാക്ക് വശത്ത് ഇല്ല. അവസാനം